നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മറ്റേതെങ്കിലും ഒരു പെൺകുട്ടിയായിരുന്നെങ്കിൽ ഇതിന്റെ പേരിൽ ആർക്കും വിഷമിക്കേണ്ടി വരില്ലായിരുന്നു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ സച്ചേട്ടാ, സച്ചിന്റെ ജീവിതത്തിൽ നിന്ന് എന്നേക്കായിട്ട് മാറിത്തരട്ടെ. ഈ കാര്യം ഈ വീട്ടില് ഞാൻ ഉൾപ്പെടെ എല്ലാവരും അറിഞ്ഞു തന്നെ വെച്ചാലും സന്ധ്യ അത് എല്ലാരിൽ നിന്നും മറച്ചു വെച്ചത് ഒട്ടും ശരിയായില്ല. ഈ കുടുംബത്തോട് നന്ദിയും കടപ്പാടും ഉണ്ടെന്ന് വെറുതെ പറഞ്ഞാ പോരാ, കാണിക്കേണ്ട സ്ഥലത്ത് കാണിക്കണം. ആ കാര്യം സന്ധ്യ പറഞ്ഞു കഴിഞ്ഞതല്ലേ. അർച്ചനയെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതി അർച്ചനയെ അറിയിച്ചില്ല, അത്രേ ഉള്ളൂ. നീ ഇനി ഒന്നേന്ന് അതും പറഞ്ഞോണ്ട് കൂടെ വരണ്ട. ഞാനൊന്നും പറയുന്നില്ല. ഇപ്പൊ ആർക്കും എന്തും ചെയ്യാം. ഞാൻ പറയുമ്പോഴാണ് അത് കുറ്റമാവുന്നത്. സേതു, വേണ്ട മാഷെ, നിങ്ങളെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. നിങ്ങളുടെ മകളുടെ ഭാവിയെക്കുറിച്ച് ഓർത്ത് നിങ്ങളത് പറയാതിരുന്നപ്പോ പോയത് എന്റെ മകന്റെ ഭാവി കൂടിയാ. ഞാൻ പറഞ്ഞതിനർത്ഥം അർച്ചന കുറ്റക്കാരിയാണെന്നല്ല. അവളുടെ ആകെയുള്ളൊരു കച്ചിത്തുരുമ്പായിരുന്നു ഈ യാത്ര. അതിനും മങ്ങലേറ്റപ്പോ വല്ലാതെ തകർന്നു പോയി കാണും അർച്ചന. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അച്ഛ, അങ്ങനൊരു അവസാനം പറയാറായിട്ടില്ല. ട്രീറ്റ്മെന്റ് നടന്നാൽ മാറാനുള്ള കുഴപ്പമേ അർച്ചനയ്ക്കുള്ളൂ. അതുകൊണ്ട് ഇവരെ ചെന്നൈയിലേക്ക് അയക്കാൻ ഞാൻ തീരുമാനിച്ചത്. അവിടെ പോയി ട്രീറ്റ്മെന്റ് ചെയ്ത സച്ചിക്കും അർച്ചനയ്ക്കും കുഞ്ഞുങ്ങൾ ഉണ്ടാവും, എനിക്ക് ഉറപ്പാണ്. സന്ധ്യ ഇത്രയും വിശ്വാസത്തോടെ പറയുമ്പോ അത് തള്ളിക്കളയണോ അച്ഛാ? എന്തായാലും യാത്രയ്ക്ക് തയ്യാറായതല്ലേ അവര്. ഇന്ന് നടന്നില്ലെന്ന് വെച്ച് അത് വേണ്ടെന്ന് വയ്ക്കുന്നതിന് പകരം നാളെയോ മറ്റന്നാളോ അവര് പൊക്കോട്ടെ. സന്ധ്യ പറഞ്ഞത് വിശ്വാസത്തിലെടുത്താലും അർച്ചനയുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ വെച്ചിട്ട് അവൾ എത്രത്തോളം അതിന് തയ്യാറാവണമെന്നറിയണം. എന്ത് ട്രീറ്റ്മെന്റ് നടന്നാലും മാനസികാവസ്ഥ ശരിയില്ലെങ്കിൽ അതിനർത്ഥമില്ലാതാകും. ഇതിപ്പോ കുറച്ചു നേരത്തെ അവൾ ഇക്കാര്യം അറിഞ്ഞിരുന്നുവെങ്കിൽ ചിലപ്പോ അത് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ അർച്ചന ട്രീറ്റ്മെന്റിന് തയ്യാറാകുമായിരുന്നു. ഇപ്പൊ ഉണ്ടായ ഷോക്കിൽ ഇനി അർച്ചനയുടെ തീരുമാനത്തിന് വിട്ടുകൊടുക്കുകയേ നിവൃത്തിയുള്ളൂ. ഏട്ടത്തി പോകുന്നില്ലെങ്കിൽ പിന്നെ ഇപ്പോ തൽക്കാലത്തേക്കെങ്കിലും നിർബന്ധിക്കാതിരിക്കുന്നില്ല അച്ഛൻ നല്ലത്. ഇതിപ്പോ ആരുടെയും തെറ്റൊന്നുമില്ലല്ലോ, വിധിയല്ലേ. എത്രയോ പേരുണ്ട് നമുക്ക് ചുറ്റും. ഡോക്ടർ പറഞ്ഞ ഉറപ്പുണ്ട്. ഏട്ടത്തിക്ക് അങ്ങനെ ഒരു കുറവുള്ളതായി നമ്മൾ മനസ്സിൽ വെച്ച് പെരുമാറരുതെന്നേ ഉള്ളൂ. അല്ല, അച്ഛനൊരു തീരുമാനം പറഞ്ഞിരുന്നെങ്കിൽ. ഇപ്പോ അങ്ങനെ ഒരു തീരുമാനം പറയാനുള്ള മാനസികാവസ്ഥയിലല്ല ഞാൻ. പലർക്കും അറിയാമായിരുന്നൊരു കാര്യം, എന്നാ ഊഹിക്കാൻ പോലും കഴിയാത്തൊരു കാര്യം നടന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അർച്ചനയോട് സംസാരിച്ചതിന് ശേഷമേ എനിക്കെന്തെങ്കിലും തീരുമാനിക്കാനോ പറയാനോ കഴിയൂ.
എന്തൊക്കെ പരീക്ഷണങ്ങളാണാവോ ഇനിയും ഈശ്വരന്റെ മനസ്സിൽ. ഈശ്വരാ. സച്ചി, പതുക്കെ. താനെന്തിനോട് കരയുന്നേ? ഇത് തന്റെ എന്റെ കുഴപ്പം കൊണ്ടല്ലല്ലോ. എങ്കിലും ഞാനിത് ഇത്ര നാൾ അറിയാതെ പോയല്ലോ സച്ചിട്ട. അതിന് ഞാൻ കൂടി തെറ്റുകാരനാ. ഞാൻ അറിഞ്ഞിട്ടും തന്നോട് പറഞ്ഞില്ല. ഒരിക്കലും താൻ അറിയരുതെന്നുണ്ടായിരുന്നു എനിക്ക്. തന്നെ വിവാഹം ചെയ്ത് കൂട്ടിക്കൊണ്ടുവന്ന ശേഷം അർച്ചനെ മറിച്ച് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. എന്നിട്ടും ഇത്ര വലിയൊരു കാര്യം ഞാൻ മറച്ചു വെച്ച് എന്തിനാണെന്ന് ചോദിച്ച ഇങ്ങനെ തന്നെ കാണാൻ എനിക്ക് വയ്യാത്തോണ്ടാ. നമുക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായില്ലെങ്കിലും സാരമില്ല. നമുക്ക് നമ്മൾ തന്നെ മതി. സച്ചിയുടെ ഒരു കുഞ്ഞിനെ വേണമെന്ന് എത്രമാത്രം ആഗ്രഹമുള്ളതാന്ന് എനിക്കറിയാം. അതൊരിക്കലും നടക്കില്ല എന്ന് പറയുമ്പോ അത് ഞാൻ കാരണം. അച്ഛൻ, സച്ചേട്ടൻ, അങ്ങനെ എത്ര പേരുടെ പ്രതീക്ഷകളാ ഞാൻ കാരണം ഇല്ലാണ്ടായത്. നമുക്കൊരു കുഞ്ഞ് വേണമെന്ന് നമ്മുടെ ആവശ്യം പോലെ ഈ കുടുംബത്തിന്റെ ആവശ്യം കൂടിയാ. ഞാനല്ലാതെ മറ്റേതെങ്കിലും ഒരു പെൺകുട്ടിയായിരുന്നെങ്കിൽ ഇതിന്റെ പേരിൽ ആർക്കും വിഷമിക്കേണ്ടി വരില്ലായിരുന്നു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ സച്ചേട്ടാ? സച്ചിന്റെ ജീവിതത്തിൽ നിന്ന് എന്നേക്കായിട്ട് മാറിത്തരട്ടെ. എന്റെ കുറവുകളെല്ലാം പരിഹരിക്കാൻ മറ്റൊരാൾക്ക് കഴിയും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.